സെലക്ഷൻ സോർട്ട്. സെലക്ഷൻ സോർട്ടിൽ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ കാണുന്നുണ്ട്. 5, 3, 4, 1, 2 എന്നുള്ള കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. അതിൽ സെലക്ഷൻ സോർട്ട് എങ്ങനെയാണ് ചെയ്യുക വെച്ചാൽ, സോർട്ട് ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്യണമെന്ന്, അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നത്. ഇത് നമ്മൾ അസെൻഡിങ് ഓർഡറിൽ, അതായത് സ്മോളസ്റ്റ് നമ്പർ മുതൽ ഗ്രേറ്റസ്റ്റ് നമ്പർ വരെയുള്ള അറേഞ്ച്മെന്റ് ആണ് നോക്കുന്നത്. അതിൽ ഫസ്റ്റ് എലമെന്റ് 5 ആണ്. ഫസ്റ്റ് എലമെന്റ് എടുക്കും നമ്മൾ, ബാക്കിയുള്ളത് ഓരോ എലമെന്റ് നമ്മൾ കമ്പയർ ചെയ്യും. ഇപ്പോൾ 5, 3 ആണ് സ്മോളസ്റ്റ് നമ്പർ, 4 ആണ് സ്മോളസ്റ്റ്. ബാക്കിയുള്ള റിമൈനിങ്ങിലെ ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ഏതാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഫസ്റ്റ് ആയിട്ട് നമ്മൾ സ്വാപ്പ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ നമുക്ക് അതിൽ താഴെ എഴുതിയിരിക്കുന്ന വായിച്ചു നോക്കാം. നമുക്ക് സെലക്ഷൻ സോർട്ടിൽ സ്മോളസ്റ്റ് എലമെന്റ് ഈസ് എക്സ്ചേഞ്ച്, ഇതിലെ സ്മോളസ്റ്റ് എലമെന്റ് ഫസ്റ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, എക്സ്ചേഞ്ച് വിത്ത് ദി ഫസ്റ്റ് എലമെന്റ് ഓഫ് ദി അൺസോർട്ടഡ് ലിസ്റ്റ്. അൺസോർട്ടഡ് ലിസ്റ്റ് ഇതാണ്, അതിലെ ഫസ്റ്റ് എലമെന്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, എക്സ്ചേഞ്ച് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ സെലക്ഷൻ സോർട്ട് ചെയ്യുക. പിന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇപ്പോൾ അതായത് 1 ഇങ്ങോട്ട് വരും, 5 അങ്ങോട്ട് പോകും. പിന്നെ നെക്സ്റ്റ് എലമെന്റ് എടുക്കും 3, പിന്നെ കമ്പയർ ചെയ്യും ബാക്കിയുള്ള എലമെന്റ്സിലെ ഏറ്റവും സ്മോളസ്റ്റ് എലമെന്റ് ഏതാ, 2 ആയിരിക്കും. അപ്പോൾ 2ഉം 3ഉം കമ്പയർ ചെയ്യും. ഇനി അതെങ്ങനെ ചെയ്യണത് നോക്കാം. 5, 1 ആണ് ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ. അപ്പോൾ 1ഉം 5ഉം കൂടി സ്വാപ്പ് ചെയ്തു. ഇനി 3 എടുത്തു. 3യിലെ ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ 2 ആയിരുന്നു, 2ഉം 3ഉം സ്വാപ്പ് ചെയ്തു. 4 എടുത്തു. അപ്പോൾ 3 ആണ് സ്മോളസ്റ്റ് നമ്പർ എന്ന് കണ്ടു. 3 പിന്നെ 5, 4ൽ 4 സ്മോളസ്റ്റ് നമ്പർ, അപ്പോൾ സ്വാപ്പ് ചെയ്തു. അത് സോർട്ടഡ് അറേ ആയിട്ട് കിട്ടി നമുക്ക്. ഇത്രയാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് എലമെന്റും ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കലും എക്സ്ചേഞ്ച് ചെയ്യലും അതാണ് സെലക്ഷൻ സോർട്ടിൽ നടക്കുന്നത്. ഇനി ഒരു കേസ് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഐ എന്നുള്ള, അതായത് നേരത്തെ ബബിൾ സോർട്ടിൽ നമ്മൾ കണ്ടു. ബബിൾ സോർട്ട് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാ, കമ്പയറിംഗ് ദി അഡ്ജസന്റ് എലമെന്റ്സ് ആൻഡ് സ്വാപ്പിംഗ് ദം ഇഫ് റിക്വയർഡ്, അല്ലെ? അഡ്ജസന്റ് എലമെന്റ് കമ്പയർ ചെയ്തിട്ട് സ്വാപ്പ് ചെയ്യും. സെലക്ഷൻ സോർട്ട് എന്ന് പറഞ്ഞാൽ ഫൈൻഡിങ് ദി മിനിമം എലമെന്റ് ആൻഡ് സ്വാപ്പിംഗ് വിത്ത് ദി ഇൻഡെക്സ് എലമെന്റ്. ഏറ്റവും മിനിമം എലമെന്റ് ഏതാണെന്ന് അതിൽ കണ്ടുപിടിക്കും. എന്നിട്ട് നമ്മൾ ഇൻഡെക്സ് എലമെന്റ്, അതായത് ഫസ്റ്റിലാണ് നമ്മുടെ ഇൻഡെക്സ് കിടക്കുന്നത് വെച്ചാൽ ഫസ്റ്റ് സ്വാപ്പ് ചെയ്യും. അതായത് ഇപ്പോൾ ഫസ്റ്റ് ആണ് ഇൻഡെക്സ് എലമെന്റ്, അപ്പോൾ സ്മോളസ്റ്റ് എലമെന്റ് കണ്ടുപിടിച്ച് നമ്മൾ സ്വാപ്പ് ചെയ്തു. നെക്സ്റ്റ് നമ്മുടെ ഇൻഡെക്സ് എലമെന്റ് സെക്കൻഡ് എലമെന്റ് ആണ്, പിന്നെ സ്മോളസ്റ്റ് എലമെന്റ് കണ്ടുപിടിച്ച് സ്വാപ്പ് ചെയ്തു. ഇപ്പോൾ ഇൻഡെക്സ് എലമെന്റ് ഇതാണ്, സ്വാപ്പ് ചെയ്തു. ഇൻഡെക്സ് എലമെന്റ് ഇതാണ്, സ്വാപ്പ് ചെയ്തു. അങ്ങനെ ഇൻഡെക്സ് എലമെന്റുമായിട്ട് നമ്മൾ സ്മോളസ്റ്റ് എലമെന്റ് കണ്ടുപിടിച്ചിട്ട് സ്വാപ്പ് ചെയ്യുന്നതാണ് സെലക്ഷൻ സോർട്ട് എന്ന് പറയുന്നത്. ഇനി അതിന്റെ പ്രോഗ്രാം നോക്കാം നമുക്ക്. പ്രോഗ്രാം ഇതൊക്കെ സെയിം ആണ് ബബിൾ സോർട്ടിന്റെ പോലെ. നമ്പേഴ്സ് എൻറ്റർ ചെയ്യാൻ പറഞ്ഞു. ഇപ്പൊ നമ്പേഴ്സ് എൻറ്റർ ചെയ്യാൻ ഒരു ഫോർ ലൂപ്പ് കൊടുത്തു. i=0, i<n, i++, c എന്നുള്ളത് റീഡ് ചെയ്തു. അപ്പോൾ നമ്പേഴ്സ് ഒക്കെ എൻറ്റർ ചെയ്തു. ഇനി ഈ ലൂപ്പ്, ഫോർ ലൂപ്പ്, ഐ ലൂപ്പ് നമ്മൾ പറയുന്നത് എങ്ങനെയാണ്, ഒരു ഐട്രേഷനിലാണ് പറയുക. അപ്പോൾ ഒരു ഐട്രേഷനിൽ i=0, i<n-1 വരെ മതി. അതായത് ഇഫ് ദർ ആർ 7 elements we need to sort only 6 elements, അല്ലെ? 7 elements ഉണ്ടെങ്കിൽ 6 elements സോർട്ട് ചെയ്താൽ മതി. കാരണം എന്താ, whenever we sort 6 elements, 7th element is automatically gets its position. അപ്പൊ നമുക്ക് i=0 മുതൽ തുടങ്ങുകയാണെങ്കിൽ i<n-1 വരെ മതി. കാരണം 7 element ഉണ്ടെങ്കിൽ 6 element ഓൾറെഡി സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 7th element ഓൾറെഡി സോർട്ട് ആയിട്ടാണ് കഴിഞ്ഞത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് പറയുമ്പോൾ മിനിമം, അതായത് മിനിമം വാല്യൂ ith പൊസിഷനിലാണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് ഇനീഷ്യലൈസ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ഫസ്റ്റ് എലമെന്റ് ആണ് മിനിമം എന്നുള്ളത് നമ്മൾ കൊടുത്തു. ഇനി നെക്സ്റ്റ് പറയുന്നത് ജെ ലൂപ്പ്. അപ്പോൾ ഫസ്റ്റത്തെ എലമെന്റും പിന്നെ നമുക്ക് അടുത്തത് ഏതാ എലമെന്റ് കമ്പയർ ചെയ്യേണ്ടത്, അടുത്ത എലമെന്റ് സെക്കൻഡ് എലമെന്റ് ആയിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ സെക്കൻഡ് എലമെന്റ് കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ജെയുടെ വാല്യൂ എന്ത് കൊടുത്താൽ മതി, i+1 അടുത്ത എലമെന്റ് എന്നുള്ളത് മതി. കാരണം സെയിം എലമെന്റ് തന്നെ എടുക്കണ്ടല്ലോ, അടുത്ത എലമെന്റ് എടുക്കുക. j<n വരെ പോകണം. കാരണം എന്താ, ഇപ്പൊ നമുക്ക് 7 എലമെന്റ് ഉണ്ടെങ്കിൽ 7 എലമെന്റ്സ് ആയിട്ട് കമ്പയർ ചെയ്യണം, അല്ലെ? ലാസ്റ്റ് എലമെന്റ് വരെ കമ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് ഏതാണ് സ്മോളസ്റ്റ് എലമെന്റ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് j<n വരുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ a of j, അതായത് സെക്കൻഡ് എലമെന്റ് ലെസ് ദാൻ a of മിനിമം ആണ്. മിനിമം എന്ന് പറഞ്ഞാൽ എന്താണ്, ഐയുടെ വാല്യൂ ഉള്ളത്. ഇപ്പോൾ a of 0. ഇപ്പൊ ഇവിടെ സംഭവം എങ്ങനെ വെച്ചാൽ a of 1 ലെസ് ദാൻ a of മിനിമം ആണോ നോക്കല്. അതായത് നമ്മൾ ഇവിടെ കണ്ടു a of 0 ലെസ് ദാൻ a of min ആണോ എന്ന് കണ്ടു. അങ്ങനെ മിനിമം ആണ്, അല്ലെ? 5ഉം 3ഉം ആയിരുന്നു. അപ്പൊ മിനിമം ആണെങ്കിൽ നമ്മളോട് എന്താ പറഞ്ഞു, മിനിമത്തിന്റെ വാല്യൂ j ആക്കി കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ j, അതായത് jth പൊസിഷൻ, അതായത് 1 എന്നുള്ള പൊസിഷനാണ് അപ്പൊ മിനിമം കിടക്കുന്നത്. എന്നിട്ട് പിന്നെ എന്താ ചെയ്യാം,
ആണെങ്കിൽ മിനിമം ആക്കി കൊടുക്കാൻ പറഞ്ഞു. പിന്നെ എന്ത് ചെയ്തു, J++ അടുത്ത വാല്യൂയിലേക്ക് പ്ലസ് ചെയ്തു. അങ്ങനെ അടുത്ത വാല്യൂയിലേക്ക് പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്താ സംഭവിക്കുക, 4 കമ്പയർ ചെയ്യും. അപ്പൊ മിനിമം അതല്ല, അപ്പൊ നമുക്ക് വ്യത്യാസമൊന്നുമില്ല. പിന്നെ അടുത്ത ഇവിടെ 1 ആണ് ഉണ്ടായിരുന്നത്. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ 1 മിനിമം ആണെന്ന് കിട്ടി. അപ്പൊ നമ്മൾ ഇതാക്കി മാറ്റും ഏറ്റവും മിനിമത്തിന്റെ പൊസിഷൻ. പിന്നെ അടുത്ത എലമെന്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴും 1 ആണ് ഏറ്റവും ചെറുത് എന്നുള്ളത് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ ലാസ്റ്റ് എലമെന്റുമായിട്ട് കമ്പയർ ചെയ്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഈ ലൂപ്പിന് എക്സിറ്റ് ആവും. അപ്പൊ മിനിമത്തിന്റെ വാല്യൂ എന്തായിരിക്കും, ആ 1 ഇരിക്കുന്ന പൊസിഷൻ ആയിരിക്കും മിനിമത്തിന്റെ വാല്യൂ അറിയുന്നത്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്വാപ്പിംഗ് നടക്കുന്നത്, ഫസ്റ്റ് എലമെന്റും ഏറ്റവും മിനിമം വാല്യൂ തമ്മിൽ. അപ്പോൾ A(i) അതായത് ഫസ്റ്റ് എലമെന്റ് ടെമ്പററിക്ക് മാറ്റി, പിന്നെ മിനിമം വാല്യൂ ഫസ്റ്റ് എലമെന്റ് മിനിമം വാല്യൂ ആയിട്ട് ഇവിടെ സ്വാപ്പിംഗ് നടന്നു. അതായത് ഒരു എലമെന്റ് അതിന്റെ പൊസിഷനിലേക്ക് എത്തി, അതായത് 1 എന്നുള്ളത് അതിന്റെ പൊസിഷനിലേക്ക് എത്തി. അത്ര ഇവിടെ നടന്നിട്ടുള്ളൂ. ദെൻ അടുത്തത് എന്തായി, ഇവിടുത്തെ ഐയുടെ വാല്യൂ ആഡ് ആവും, i=1 ആവും. അടുത്തത് അപ്പൊ മിനിമം വാല്യൂ i ആക്കി മാറ്റും. പിന്നെ നെക്സ്റ്റ് അടുത്ത സെയിം സ്റ്റെപ്പ് തന്നെ ആക്കും. ഏറ്റവും മിനിമം വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും ഫസ്റ്റ് ഇൻഡെക്സ് എലമെന്റുമായിട്ട്. അതായത് ഇവിടെ ഇൻഡെക്സ് എലമെന്റ് അടുത്ത എന്തായി മാറും, i=1. അതായത് നമ്മൾ ഈ ഫിഗറിൽ കണ്ട മാതിരി അടുത്ത ഇൻഡെക്സ് എലമെന്റ് ഏതാണ്, 3 നോക്കിയിട്ട് ബാക്കിയുള്ളത് 3 നമ്മൾ കണ്ടുപിടിക്കുന്നത് i ലൂപ്പാണ്, ബാക്കിയുള്ള എലമെന്റ് കമ്പയർ ചെയ്യണത് j ലൂപ്പാണ്. അങ്ങനെ ഓരോന്ന് കമ്പയർ ചെയ്തിട്ട് നമുക്ക് മിനിമം എലമെന്റ് ഒക്കെ ആയിട്ട് സോർട്ട് ചെയ്ത് കിട്ടും. സോർട്ടഡ് അറേ നമുക്ക് നേരത്തെ ബബിൾ സോർട്ടിലൊക്കെ ചെയ്ത മാറ്റി അതേപോലെ തന്നെ i ലൂപ്പ് കൊടുത്തിട്ട് C ഔട്ടിൽ പ്രിന്റ് ചെയ്യിപ്പിക്കാം. ഇതാണ് അതിന്റെ ഔട്ട്പുട്ട് വരും. എത്ര നമ്പേഴ്സാണ് ചോദിച്ചാൽ 5 നമ്പേഴ്സ് എൻ്റർ ചെയ്ത് 5 നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സോർട്ട് ചെയ്തിട്ട് 2 3 4 5 6 എന്നുള്ളത് സോർട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടും. ഇതാണ് സെലക്ഷൻ സോർട്ടിന്റെ പ്രോഗ്രാം.